വെൽക്കം ബാക്ക് ടു സുധീസ് കുക്ക് ഹൗസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പഞ്ഞി പോലെയുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് നല്ല മുട്ടക്കറിയുടെ കൂട്ടത്തിലോ ഉരുളക്കിഴങ്ങ് മസാലയുടെ ഒക്കെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണ് വെള്ളയപ്പം. അപ്പം നമുക്കിതെങ്ങനെ പച്ചരി ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒട്ടും താമസിക്കാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം തയ്യാറാക്കാനായിട്ട് നമ്മൾ 2 കപ്പ് പച്ചരി 4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നല്ലതായി കഴുകി വാരി വെള്ളമൊക്കെ തോർത്തി വെച്ചിരിക്കുന്നതാണിത്. അപ്പത്തിനൊക്കെയുള്ള അരി നല്ലതായിട്ട് കുതിർന്നതിന് ശേഷം മാത്രമേ നമ്മൾ അരയ്ക്കാനായിട്ട് പാടുള്ളൂ. എന്നാൽ മാത്രമേ അപ്പത്തിന് ആ ഒരു കറക്റ്റ് സോഫ്റ്റ്നെസ് ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 4 മണിക്കൂറെങ്കിലും നമ്മൾ കുതിർത്തിടാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് വേണ്ടുന്നത് തേങ്ങയാണ്. അരമുറി തേങ്ങയാണ് ഇത് തിരുമ്മി വെച്ചിരിക്കുന്നത്. 2 കപ്പ് അരിക്ക് അരമുറി തേങ്ങയെങ്കിലും നമ്മൾ ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഈസ്റ്റ് പുളിപ്പിക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. 1/2 കപ്പ് ചെറു ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് നല്ലതായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തോളം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അപ്പോഴത്തേക്ക് ഈസ്റ്റ് പൊങ്ങി വരും. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റൊക്കെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊരു സൈഡിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ പാവ് കാച്ചാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ റവ എടുക്കുക. അപ്പോൾ റവയിൽ പാവ് കാച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിലേക്ക് 1 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്ത് നമ്മളിത് നല്ലതായിട്ട് കുറുക്കിയെടുക്കണം. ഇത് നമ്മൾ ഇളക്കിയതിന് ശേഷം മാത്രമേ തീ ഓൺ ചെയ്തിട്ട് കുറുക്കിയെടുക്കാൻ പാടുള്ളൂ. ഒട്ടും കട്ട കെട്ടാതെ തന്നെ നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം. ഇത് നമ്മളൊരു സൈഡിലേക്ക് ഇനി മാറ്റി വയ്ക്കുക. ഇനി നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ച് അരച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ട് പച്ചരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഒരു ജാറിൽ ഇതെല്ലാം കൂടെ അരച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ജാറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് 2 3 തവണയായിട്ട് അരച്ചെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ തേങ്ങ തിരുമ്മി വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന പാവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഈസ്റ്റ് നമ്മൾ പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പച്ചവെള്ളമാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്തപ്പോൾ നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഒരു മാവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. മധുരത്തിൻ്റെ അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മളിതിൽ കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഈ സമയത്ത് നമ്മളൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക, ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിനെ ഒന്നും കൂടെ നല്ലതായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഇപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മാവ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഒഴുകി കിട്ടണം. ഇതൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ അരയ്ക്കുന്ന കൂട്ടത്തിൽ ജീരകവും ഉള്ളിയും കൂടെ ചേർത്ത് അരയ്ക്കുന്നവരുണ്ട് നമ്മൾ ഈ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക്. ഇനി അരച്ച മാവ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് വലിയ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പൊങ്ങുമ്പോഴത്തേക്ക് ചിലപ്പം പാത്രം കവിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് പുളിച്ച് കിട്ടും നമ്മുടെ മാവ്. അപ്പോൾ നമ്മൾ ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വയ്ക്കുക. സാധാരണഗതിയിൽ ഒരു 8 മണിക്കൂറാണ് നമ്മുടെ മാവ് പൊങ്ങാനായിട്ട് എടുക്കുന്നത്. അതെല്ലാം നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ഈസ്റ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടും ആ പൊങ്ങാൻ വരുന്ന മാവ് പുളിച്ച് പൊങ്ങാൻ വരുന്ന സമയം ഒന്നും മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. എനിക്കിപ്പോൾ ഒരു 6 മുതൽ 7 വരെയുള്ള സമയത്തിനുള്ളിൽ തന്നെ ഇത് പുളിച്ച് പൊങ്ങി വന്നായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 6-6.5 മണിക്കൂറായപ്പോൾ തന്നെ എൻ്റെ മാവ് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്ത ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ദോശ ചുട്ടെടുക്കാവുന്നതാണ്, ദോശയപ്പം ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് അപ്പം ചുടാനായിട്ട് തുടങ്ങാം. അപ്പം ചൂടാനായിട്ട് നമ്മുടെ കല്ല് ഇവിടെ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒഴിച്ച സൈഡിലെ മുഴുവൻ തുള വീണ് കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ തുളയും വീണ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ വശം കൂടി ഒന്ന് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. വളരെ സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും.
അങ്ങനെ ഞാനിവിടെ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. നമുക്കിത് നല്ല മുട്ടക്കറിയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നല്ല കിഴങ്ങറിയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂവിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കിള്ളൻ ചട്നിയുടെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ കാർഡിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.